കുംഭ് കുംഭ് യേ മഹാകുംഭ് യേ കുംഭ് കുംഭ് യേ മഹാകുംഭ് യേ കുംഭ് കുംഭ് യേ മഹാകുംഭ് യേ കുംഭ് 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 കുംഭ്. നമ്മുടെ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം ഗൗരീശങ്കര ക്ഷേത്രത്തിന് സമീപം ഉണ്ടായ വിസ്ഫോടനം സൃഷ്ടിച്ച മരണത്തിൻ്റെ മ്ലാനമൂകത അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴും സംഗീതത്തിൻ്റെ മഹാകാശത്തു നിന്നൊരു സന്തോഷ വാർത്തയുടെ ആരവം നമ്മളെ ഉടൻ തന്നെ തേടിയെത്തിയേക്കാം. ആ ഒരു പ്രതീക്ഷയുണ്ട് നമ്മൾ. ആ പ്രതീക്ഷ എന്താണെന്ന് നമ്മളോട് വിശദീകരിക്കുകയാണ് റോബിൻ മാഷ്. താങ്ക് യു. ഞാനിന്ന് ഈ പാട്ട് കേട്ടപ്പോൾ, ഈ പാട്ട് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. ഇത് വളരെ പ്രശസ്തനായിട്ടുള്ള ഇന്ത്യയിലെ ഒരു വലിയ ഡൽഹി ആസ്ഥാനമാക്കിയിട്ടുള്ള സംഗീതജ്ഞനുണ്ട്, സിദ്ധാന്ത് ഭാട്ടിയ. അദ്ദേഹത്തിൻ്റെ സൗണ്ട് ഓഫ് കുംഭ് എന്ന ആൽബത്തിൽ നിന്നാണ്. നിരവധി പാട്ടുകളുണ്ട് ഈ ആൽബത്തിൽ. ഈ ആൽബം ഇപ്പോൾ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം, ദ ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബം വിഭാഗത്തിലെ നോമിനേഷൻ നേടിയിരിക്കുകയാണ്. എവിടെയാണ് നോമിനേഷൻ നേടിയിരിക്കുന്നത്? ഓസ്കാർ, സംഗീതത്തിലെ ഓസ്കാർ എന്ന് പറയുന്ന ഗ്രാമി അവാർഡിനാണ്. സംഗീതത്തിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് അവാർഡാണ് ഫോർ മ്യൂസിക്. അപ്പോൾ നമ്മളെ ഇന്ത്യയുടെ ശബ്ദം എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. നമ്മുടെ കുംഭമേളയുടെ ശബ്ദം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയുടെ ശബ്ദമാണ്, ഇന്ത്യയുടെ ആത്മാവിന്റെ ശബ്ദമാണ്, ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും ഇന്ത്യയുടെ ആചാരത്തിന്റെയും ഭക്തിയുടെയും ഒക്കെ ശബ്ദമാണ്. ആ മർമ്മരം എന്ന് പറയും, ജലമർമ്മരം അടക്കം അതെല്ലാം ഉണ്ട്, ഓംകാരത്തിന്റെ ശബ്ദം, അതെല്ലാം കൂടെ സങ്കലനമാണ് ഈ ആൽബം എന്ന് പറയുന്നത്. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ഗ്രാമി അവാർഡ് അതൊന്ന് പരിശോധിച്ചാൽ, ഒരു ഗ്രാമി അവാർഡിനെ കുറിച്ചുള്ള ഒരു ഓട്ടപ്രദക്ഷിണം നോക്കിയാൽ സംഗീതത്തിന്റെ ഓസ്കാർ എന്നാണ് ഗ്രാമി അവാർഡിനെ വിളിക്കുന്നത്. അതിനു മുമ്പ് ഗ്രാമി എന്നുള്ള പേര് ഗ്രാമി എന്നുള്ള പേര് വന്നത്, സംഗീതത്തിന്റെ ഗ്രാമി അവാർഡ് ഈ അമേരിക്കയിലെ റെക്കോർഡിംഗ് അക്കാദമി ആയിട്ടുള്ള റെക്കോർഡിംഗ് അക്കാദമി ഉണ്ട്. ആ അക്കാദമിയാണ് ഈ പുരസ്കാരം നൽകി വരുന്നത്. ആ പേരിന്റെ ചരിത്രം, ഗ്രാമി എന്ന പേര് വന്നിരിക്കുന്നത് തന്നെ ഗ്രാമഫോൺ എന്ന വാക്കിൽ. അതെ, നമ്മൾ കണ്ടിട്ടുണ്ടോ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്? നമ്മൾ അങ്ങ് പറയാനുള്ള വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അടുത്തിരിക്കുന്ന ആ ഗ്രാമഫോണിനെ പലപ്പോഴും ഗ്രാമഫോണിനെ നമുക്ക് ഓർമ്മ വരും. സോജരാജകുമാരി പോലുള്ള പാട്ടുകളൊക്കെ റെക്കോർഡൊക്കെ പ്രക്ഷേപണം ചെയ്യുന്ന ആ ഗ്രാമഫോണാണ് അതിന്റെ അടയാളം. അതാണ് ഒരു ട്രോഫി. 1959 ആദ്യത്തെ ഗ്രാമി അവാർഡ് ദാന ചടങ്ങ് തുടങ്ങിയത്. ഏതാണ്ട് 70 വർഷത്തിന് മുമ്പ് ആണ് തുടങ്ങിയത്. സംഗീത ലോകത്തിലെ പണ്ഡിതരായിട്ടുള്ള ആൾക്കാർ, എഞ്ചിനീയർമാരായിട്ടുള്ള ആൾക്കാർ, അതുപോലെ രചയിതാക്കളായിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ ചേർന്നിട്ടാണ് ഈ അക്കാദമിയുടെ ഔദ്യോഗികമായ സംഘാടകരായി മാറിയത്. അവർ പുരസ്കാരത്തിന്റെ അടിസ്ഥാനമായി കാണുന്നത് സംഗീതത്തിന്റെ ഗുണമേന്മയും സാങ്കേതിക കാര്യങ്ങളും പാട്ടുകാരുടെ കഴിവും നിർമ്മാണവും പിന്നെ വീഡിയോ കണ്ടന്റുകളുടെ ക്വാളിറ്റി, ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്നത്, പാട്ട് എങ്ങനെയാണ് വീഡിയോ വിഷ്വൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് രണ്ടും കൂടെ ചേർന്ന് നിൽക്കുന്നതിനൊക്കെയാണ്. അതുകൊണ്ടാണ് ദ ബെസ്റ്റ് ആൽബം എന്നുള്ള വിഭാഗത്തിൽ ഇത് വന്നത്. നല്ല മികച്ച ഈ വിഷ്വലും കൂടിയാണ് കേട്ടോ. കുംഭമേള നടക്കുന്ന ആ പ്രദേശത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ ഒപ്പിയെടുത്തിരിക്കുക. സാധാരണ മനുഷ്യരുടെ വികാരം പോലും, കൊച്ചുകുട്ടികളെ പോലും ഗംഗയിലേക്ക് ഇങ്ങനെ ആരതി സമയത്തൊക്കെ ഗംഗയിലേക്ക് കൂടി ചാടുന്ന കരിമാടിക്കുട്ടന്മാരുടെ ചിത്രങ്ങളടക്കമുള്ള വീഡിയോകളടക്കമുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇത് നിരവധി 90-ലധികം കാറ്റഗറികളിൽ ഈ മത്സരമുണ്ട്. അതിൽ ബിഗ് 4 എന്ന മത്സരത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. ആൽബം ഓഫ് ദി ഇയർ ഈ ബിഗ് 4-ൽ വന്നിരിക്കുന്നതാണ്. ആൽബം ഓഫ് ദി ഇയർ, റെക്കോർഡ് ഓഫ് ദി ഇയർ, സോങ് ഓഫ് ദി ഇയർ, ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ്, ഇത്തരം കാര്യങ്ങളാണ് ബിഗ് 4 വന്നിരിക്കുന്നത്. മറ്റൊരുപാട് വേറെ കാറ്റഗറികളുണ്ട്. അപ്പം ഈ ഗ്രാമി അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുക്കുന്ന രീതി പൂർണ്ണമായും പ്രൊഫഷണലാണ്. അതിന് മറ്റ് രാഷ്ട്രീയമായോ മറ്റെന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. അതായത് വോട്ടിംഗ് വരും, വിജയികളെ വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. ഓസ്കാറിന്റെ മാതൃകയിലാണ്. സിനിമയിൽ എങ്ങനെയാണ് ഓസ്കാർ മാതൃക, അതേപോലെ തന്നെയാണ്. അതിനു മുമ്പ് നമുക്ക് അറിയാവുന്ന നിരവധി പേർക്കും ഇന്ത്യയിൽ നിന്നും ഗ്രാമി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വിശ്രുതരായ ഒട്ടനവധി ആളുകളുണ്ട്. അതിൽ ഏറ്റവും നമുക്ക് അറിയാവുന്ന ഏറ്റവും AR റഹ്മാൻ. എക്സാക്ട്ലി. അപ്പോൾ ഈ AR റഹ്മാൻ ഗ്രാമി പുരസ്കാരം നേടി 2 ഗ്രാമി പുരസ്കാരങ്ങളാണ് കിട്ടിയത്. സ്ലം ഡോഗ് മില്ലനിയർ എന്ന ചിത്രത്തിന് വേണ്ടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ബെസ്റ്റ് സൗണ്ട് ട്രാക്കിനുള്ള ഫോർ വിഷ്വൽ മീഡിയ അത് കിട്ടി. ബെസ്റ്റ് സോങ് റിട്ടൺ ഫോർ വിഷ്വൽ മീഡിയ, ഇത് രണ്ടിനുമാണ് ഈ ഗ്രാമി അവാർഡുകൾ കിട്ടിയത്.
ഇപ്പോൾ ഇവിടെ ഈ ഗ്രാമി അവാർഡുകളിലേക്ക് വരുമ്പോൾ, ഈ ഭാട്ടിയുടെ ഗ്രാമി അവാർഡുകളിലേക്ക് വരുമ്പോൾ സൗണ്ട് ഓഫ് കുംഭ്, അത് ഏതെല്ലാം എങ്ങനെയാണ് ഇത് അവാർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടതിന്റെ പ്രാധാന്യവും പ്രത്യേകതകളും എന്ന് നോക്കുമ്പോൾ കുംഭമേളയുടെ ശബ്ദങ്ങളെ ആഗോള ശ്രദ്ധയിലേക്ക് എത്തിച്ചത് തന്നെയാണ് ഈ നേട്ടം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്നത്. അത് അദ്ദേഹം പറയുന്നത് ശബ്ദ ഓർമ്മക്കുറിപ്പ് എന്നാണ്. കാരണം സൗണ്ട് ഓഫ് കുംഭ് എന്ന് അതുകൊണ്ടാണ് വിളിക്കുന്നത്. അതിന്റെ ദിവ്യനാദം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് സിദ്ധാന്ത ഭാട്ടിയും നെറ്റ്വർക്ക് 18 റിലയൻസിന്റെ കീഴിലുള്ള ഹിസ്റ്ററി TV 18 കൂടെ ചേർന്നാണ് ഈ പ്രോജക്റ്റ് ചെയ്തത്. ഉത്തർപ്രദേശിലെ കുംഭമേളയുടെ പശ്ചാത്തലത്തിൽ 12 ഗാനങ്ങളുടെ ശബ്ദരേഖ അടങ്ങിയ ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പുണ്യസ്ഥലങ്ങളിൽ പോയിട്ട് ഫീൽഡ് റെക്കോർഡിങ്ങുകൾ നടത്തിയവർ ആംബിയന്റ് ഓഡിയോ വെച്ചു. അപ്പൊ അങ്ങ് ARൽ വർക്ക് ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ, ഈ ദൂരദർശനിൽ വർക്ക് ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ ഈ റെക്കോർഡിങ്ങിനെ കുറിച്ച്, ആംബിയൻസ് ഒക്കെ അതിനെ കുറിച്ച് നന്നായിട്ട് അറിയാമല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള പുലരിയിൽ രാവിലെ ക്ഷേത്രമണികൾ മുഴങ്ങും. ആരതിയൊക്കെ നടക്കുന്ന സമയത്ത് 100 നമ്മുടെ സുഗതകുമാരി അമ്പലമണികൾ കവിത തന്നെ ഉണ്ട്. അപ്പൊ അമ്പലമണികളൊക്കെ ഇപ്പൊ ഓർമ്മ വരുന്നത് കേൾക്കുമ്പോൾ, ഈ ക്ഷേത്രമണികൾ ഒരു നാദമല്ല, കൂട്ടമായിട്ട് ഇങ്ങനെ അമ്പലമണികളുടെ നാദം ഇങ്ങനെ മുഴങ്ങിക്കിടക്കും. ഒരു കൊളാഷ് കിടക്കുന്നുണ്ട്. പള്ളിമണിയായാലും ഇങ്ങനെ തന്നെ. അതെ. അപ്പൊ അതിന്റെ ഒരു റെസൊണൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഗംഗാ നദിക്ക് മുകളിലൂടെ ഉയരുന്ന മന്ത്രങ്ങൾ, സ്നാനത്തിനായി ഒത്തുകൂടുന്ന ദശലക്ഷക്കണക്കിന് ഭക്തരുടെ മർമ്മരം, ചാൻഡിങ്, അതിന്റെ ഒരു ഹാർമണി ഇങ്ങനെ കിടക്കുകയാണ്. ഓം മന്ത്രം. ഈ ഓം മന്ത്രത്തെയാണ് പ്രകീർത്തിച്ചുകൊണ്ട് തന്റെ ഓസ്കാർ ദാന ചടങ്ങില് റസൂൽ പൂക്കുറ്റി, ഞാൻ ഓമിന്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്, ഓസ്കാർ അക്കാദമി ഓമിന്റെ ഇടവേളയിലുള്ള സൈലൻസ് ആണ് ഏറ്റവും ഗംഭീരമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ അതിമനോഹരമായിട്ടാണ് ഈ ആൽബത്തിൽ സമന്വയിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു ഭാട്ടിയുടെ വീക്ഷണത്തിൽ ഇതൊരു ശബ്ദ ഓർമ്മക്കുറിപ്പാണ് അദ്ദേഹം പറയുന്നത്. വിശേഷിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ ആത്മീയതയുടെ വലിയൊരു വിജയമാണ് ഇതിലൂടെ, ഈ നോമിനേഷനിലൂടെ കിട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു സഹകരണത്തിന്റെ ഒരു ആഗോള തലമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും ശ്രദ്ധ ക്ഷണിക്കാനും കാരണം. ഇതിനു മുമ്പ് 5 ഗ്രാമി അവാർഡുകൾ ഉൾപ്പെടെ ലഭിച്ച വിശ്രുതരായിട്ടുള്ള ആളുകൾ, 50-ൽ പരം ആഗോള കലാകാരന്മാർ ഇതിൽ ഒന്നിച്ചു ചേർന്നിട്ടുണ്ട്. കാനഡിയൻ ഗിറ്റാറിസ്റ്റ് ജിം കിമോ വെസ്റ്റ് ഇതിലുണ്ട്. പുല്ലാങ്കുഴൽ വിദഗ്ധൻ റോബർട്ട് കോബ് ഉണ്ട്. ഇവരെല്ലാം ഗ്രാമി അവാർഡ് വിന്നേഴ്സാണ്. അപ്പം ഇതിന്റെ ഫൈനൽ മിക്സും മാസ്റ്ററിംഗ് നിർവഹിച്ചത് 2010 മറ്റൊരു ഗ്രാമി അവാർഡ് വിന്നറായ റെക്കോർഡിങ്ങിന് അവാർഡ് കിട്ടിയ PA ദീപക് എന്ന ചെറുപ്പക്കാരൻ, തെക്കേ ഇന്ത്യക്കാരനാണ്. അപ്പം ഗ്രാമിയിലെ അഖിലേന്ത്യ ഇത് ഇന്റർനാഷണലി വരുമ്പോൾ ഇത് വലിയൊരു പോരാട്ടമായിട്ടാണ്. നമ്മുടെ ഇന്ത്യക്കാരുമായിട്ടാണ് നമ്മൾ കൂടുതൽ മത്സരിക്കുന്നത്. അനൗഷ്ക ശങ്കർ ചാപ്റ്റർ 3 വി റിട്ടേൺ ടു ലൈറ്റ് എന്ന ആൽബമുണ്ട്. പിന്നെ ഡേ ബ്രേക്ക് എന്ന് പറഞ്ഞ മറ്റൊരു ആൽബമുണ്ട്. ശക്തി ബ്രാൻഡിന്റെ തന്നെ മൈൻഡ് എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ആൽബമുണ്ട്. ജോൺ ക്ലോഫിനും സാക്കിർ ഹുസൈനുമാണ് അതില് നമ്മൾ തബല മാന്ത്രികർ. അതാണ് വച്ചിരിക്കുന്നത്. അവരാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാം തമ്മിലാണ് ഈ ഒരു ഇത് മത്സരം വരുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സംഗതിയില് ഇതിനകത്ത് പോകുമ്പോൾ ഇതിനകത്ത് ബാഡ് ബണ്ണിയും ലേഡി ഗാഗ പോലുള്ള ആഗോള താരങ്ങൾ പ്രധാന വിഭാഗങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. പ്രധാന വിഭാഗങ്ങളിൽ ലേഡി ഗാഗ അറിയാമല്ലോ, വിശ്രുതയാണ്. ബാഡ് ബണ്ണി വിശ്രുതമായ ബാൻഡാണ്. അപ്പൊ അവരൊക്കെ മത്സരിക്കുന്നുണ്ട്. എങ്കിലും ഇങ്ങനെ ഒരു മത്സരം അവരോടൊക്കെ മത്സരിക്കുന്നുണ്ടെങ്കിലും ഈ കുംഭമേളയുടെ ഒരു തീരങ്ങളിൽ നിന്നുകൊണ്ട് ലോസ് ഏഞ്ചൽസിലെ തിളക്കമുള്ള വെളിച്ചത്തിലേക്ക്, അതിലെ ഒരു ലൈം ലൈറ്റിലേക്ക് ഇത് കയറി വരുമ്പോൾ ഇത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഈ ശബ്ദങ്ങൾ, നമ്മുടെ സംഗീതം ലോകത്തിന്റെ മുഴുവൻ ഇടയിലേക്ക് എത്തുന്നത് വലിയ ഒരു ഇന്ത്യയുടെ ആത്മാവ് അല്ലേ, ആത്മാവിന്റെ ശബ്ദം അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് മാഷെ, ഒരു AR റഹ്മാനോട് ഒരു ചോദ്യം, അത് റിപ്പബ്ലിക് TV അദ്ദേഹം ഒരു അഭിമുഖം നടത്തുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഓസ്കാറിന് ശേഷമുള്ള ഒരു അഭിമുഖം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അങ്ങ് സംഗീതത്തിലൂടെ എന്താണ് ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. ഞാൻ സംഗീതത്തിന്റെ അതിർത്തികൾ തകർക്കാൻ ശ്രമിക്കുകയാണ്. ട്രാൻസെൻഡിങ് ദി ബാരിയേഴ്സ് ഓഫ് മ്യൂസിക്. അതാണ് സൗണ്ടിലൂടെ, സംഗീതത്തിലൂടെ. അതായത് അന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക, അതിന് അതിർത്തികൾ. റഹ്മാന്റെ സംഗീതത്തിന് അതിർത്തികളില്ല, നമ്മുടെ സംഗീതത്തിന് അതിർത്തികളില്ല. എല്ലാ അതിർത്തികളും കടന്നിപ്പോ വിശ്രുതമായ ഒരു വേദിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇങ്ങനെയാണ് ഇന്ത്യയുടെ ആത്മാവ് ലോകം തൊട്ടറിയുന്നത്. ഈ അവാർഡിലൂടെ 68ാമത് വാർഷിക ഗ്രാമി അവാർഡുകൾ 2026 ഫെബ്രുവരി 1 ലോസ് ഏഞ്ചൽസിൽ നടക്കുന്നത്.
വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. നമുക്കത് കാണാൻ മത്സരിക്കുന്ന ഇനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ പെർഫോമൻസ് ഉണ്ടാവും, ഇവരുടെ എല്ലാം പെർഫോമൻസ് ഉറപ്പായിട്ടുണ്ടാവും. നോമിനേറ്റ് ചെയ്യപ്പെടുന്നവരുടെ പെർഫോമൻസ് ഉണ്ടാവും. എന്തായാലും ഈ വിശ്രുത അവാർഡ് രാത്രിയിലായിരിക്കും അതിന്റെ നടക്കുന്നത്. സംഗീതത്തിന്റെ ഈ വിശ്രുത അവാർഡ്, ഗ്രാമി അവാർഡ് നമ്മുടെ മഹാകുംഭിന് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. ആദിദേവനായിട്ട് സങ്കല്പിക്കപ്പെടുന്ന ശിവനോട്, കൈലാസം വാഴുന്ന ശിവനോട്, അദ്ദേഹത്തിന്റെ ജടമുടിയിൽ നിന്നാണല്ലോ ഈ ഗംഗയുടെ തന്നെ ഉത്ഭവം ഉണ്ടാകുന്നതെന്നാണല്ലോ സങ്കല്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ശിവഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഈ അവാർഡ്, കുറേ അവാർഡുകൾ ഇന്ത്യക്കാരതിൽ നേടിക്കോട്ടെ. പല കാറ്റഗറിയില്ലേ, 90 കാറ്റഗറിയില്ലേ, അതിൽ ഏതെങ്കിലുമൊക്കെ അവാർഡുകൾ നമുക്കും ലഭിക്കട്ടെ. കുംഭ് ഈ സംഗീതം കേട്ടാൽ തന്നെ അതിനൊരു മന്ത്ര സ്പർശമുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു അവാർഡ് സ്വീകരിക്കും. ഈ വാർത്ത തുടങ്ങുന്നതിന് മുമ്പ്, നമ്മൾ ഈ വാർത്തയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അതിന്റെ പാട്ടുകളുടെ 4 വരി ഞാൻ അങ്ങേ കേൾപ്പിച്ചിരുന്നു. അങ്ങേക്ക് അത് ആസ്വദിക്കാനും പറ്റും. അതെ, അതൊരു പ്രത്യേകതയുള്ള ഇന്ത്യയുടെ ആത്മാവിന്റെ സംഗീതാവിഷ്കാരം തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ആത്മാവിന് അവിടെ ഒരു മാന്ത്രിക സ്പർശം, ഒരു അവാർഡ് പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ആ വരികൾ തന്നെ വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.